ഈ 1.5 മാസം ഞാൻ എവിടെ പോയി എന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ? മാസം ആരെങ്കിലും അന്വേഷിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇടയ്ക്ക് 2-3 ആഴ്ചയിലൊരിക്കൽ ഷോർട്സ് റാൻഡംലി അപ്ലോഡ് ചെയ്തതല്ലാതെ പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. യൂട്യൂബും എടുത്ത് അധികം ഞാനിങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചൊക്കെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഫുൾ ടൈം സാധാരണ ഇരിക്കുന്ന പോലെ ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല, കുറച്ചൊക്കെ ആക്റ്റീവായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നി ഒരു 1.5 മാസം ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്നുള്ളത്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയുണ്ടാവും, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിലേയും ഒരു എക്സ്ക്യൂസും പറയാതെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു 3-4 മാസം ഞാൻ വീക്ക്ലി വൺസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീക്ക്ലി ട്വൈസ് എന്തായാലും 2 വീഡിയോ, മൺഡേ രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച രാത്രി 7 മണിക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒരു 6 months ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഞാൻ ഇത്രയും ഗ്യാപ്പ് 1.5 മാസം ബ്രേക്ക് ആവും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. മെയ് 15 വരെയുള്ള വീഡിയോസ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഇരുന്നത്. മെയ് 15 ശേഷം ഷൂട്ട് ചെയ്യേണ്ട വീഡിയോസ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ മെയ് 15 ശേഷമുള്ള ഒരു വീക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്നു. വീഡിയോ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ കണ്ടൻറ് പ്ലാനിങ്ങും പുതിയ ഐഡിയാസ് അന്വേഷിച്ചിട്ടും കുറേ കാര്യങ്ങളും ഒക്കെ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു വീക്ക് ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ മടി പിടിച്ചു കേട്ടോ. പിന്നത്തെ വീക്കുകൾ 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച 5 ആഴ്ച എന്താണെന്ന് സംഭവിച്ചാൽ വെച്ചാൽ കുറേ നെറ്റ്ഫ്ലിക്സ് കണ്ടു, പ്രൈം കണ്ടു, ആമസോൺ പ്രൈം കണ്ടു, ഹോട്ട്സ്റ്റാർ കണ്ടു, കുറേ സിനിമ കണ്ടു, കുറേ ഉറങ്ങി, കുറേ ഭക്ഷണം കഴിച്ചു, കുറേ മടി പിടിച്ചിരുന്നു. പിന്നെ കുറച്ച് വീട് ഒതുക്കി വയ്ക്കാൻ പറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫെബ്രുവരിയിലാണ് അവിടെ എറണാകുളത്ത് ഷിഫ്റ്റ് ചെയ്ത് വന്നത്. കുറച്ചൊക്കെ അടുക്കി വെച്ചു. കാരണം നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെ തന്നെ എൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ജസ്റ്റ് സാധനങ്ങൾ പെട്ടിയിൽ നിന്ന് എടുത്തു വാർഡ്രോബിലേക്ക് കയറ്റി എന്നല്ലാതെ കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല വാർഡ്രോബൊന്നും. വെറുതെ ചുരുട്ടി വച്ചിരിക്കുകയായിരുന്നു. അതേമാതിരി ഈ നിലത്ത് ഒരുപാട് സാധനങ്ങൾ ചെതറി കിടക്കണ്ടായിരുന്നു. നിലമൊന്നും കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് അടുക്കി വെക്കണമായിരുന്നു. അതൊക്കെയായിരുന്നു. പിന്നെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുക്കിംഗ് മാത്രമേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ബിസി ആയിരുന്നു. ഞാനും ബിസിയാണ്, ഹരിയും ബിസിയാണ്. ഹരിക്ക് ഒട്ടും സമയമില്ല. ഞാനും ഈ വീഡിയോസും കണ്ടൻറ്റും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഞാനും ഇരിക്കുകയാണ്. സോ ആഹാരം കഴിക്കുക, ഷൂട്ട് ചെയ്യുക, TV കാണുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, അത്രയ്ക്ക് നടന്നിട്ടുള്ളൂ ഇത്രയും ദിവസം. ഇപ്പോഴാണ് ഈ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എനിക്കിതെല്ലാം റെഡിയാക്കാൻ പറ്റി. വീട് കുറേ കാര്യങ്ങൾ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ഇനി കുറച്ചുകൂടെ സെറ്റ് ആവാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ വാങ്ങിയിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനൊരു പ്രോപ്പർ ഹൗസ് ടൂർ കാണിച്ചു തരാം. പിന്നെ ഇടയിൽ ഹരിയുടെ അനിയൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കായിട്ട് ഞാൻ കുറേ വീട്ടിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പോയി വന്നതിൻ്റെയൊക്കെ ക്ഷീണം പറയാൻ എനിക്ക് ഒരു 1.5 മാസം എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത്രയും ദിവസത്തെ സ്ട്രെസ്സ് ഈ 1.5 മാസം കൊണ്ട് കഴിച്ചും ഉറങ്ങിയും ഒക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഈ ഒരു 1.5 മാസം ഞാൻ സ്ട്രിക്ട്ലി എൻ്റെ സ്കിൻ കെയർ, മോർണിംഗ് ആൻഡ് ഈവനിങ് സ്കിൻ കെയർ ഞാൻ റിലീജിയസ്ലി ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ വ്യത്യാസം എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടില്ല, എനിക്ക് നല്ലോണം അറിയുന്നുണ്ട്. റിലീജിയസ്ലി നമ്മൾ ആ സ്കിൻ കെയർ, മോർണിംഗ് ആൻഡ് ഈവനിങ് സ്കിൻ കെയർ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മെൻ്റലിയും നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു ഈ ഒരു സമയം. ഞാൻ പറഞ്ഞ പോലെ ഫുൾ ടൈം എണീക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, സോഫയിലിരിക്കുക, നെറ്റ്ഫ്ലിക്സ് കാണുക, അല്ലെങ്കിൽ ആമസോൺ പ്രൈം കാണുക, ഏതെങ്കിലും മൂവീസ് കാണുക, അല്ലെങ്കിൽ സീരീസ് കാണുക. കുറേ സീരീസ് കണ്ടു തീർത്തിട്ടുണ്ട്. കണ്ട സീരീസ് തന്നെ വീണ്ടും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ എപ്പിസോഡ്സൊക്കെ റിലീസായപ്പോൾ പഴയ എപ്പിസോഡ്സൊക്കെ മറന്നുപോയി, അതൊക്കെ വീണ്ടും റിവൈൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു മൊത്തം നടന്നത്. ബട്ട് ഞാൻ ബാക്ക് ടു ട്രാക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇനി ഏകദേശം ഇന്ന് 1-ാം തീയതിയാണ്, ജൂലൈ 1. അപ്പോൾ ഈ ജൂലൈ 1 തൊട്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് 31 വരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മടിയൊന്നും വന്നില്ലെങ്കിൽ ഇടയിൽ വേറെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള മടി വരാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. ഈ 1.5 മാസത്തെ ഗ്യാപ്പ് വളരെ നന്നായിരുന്നു. എനിക്ക് അല്ലാതെ മെൻ്റലി നന്നായിരുന്നു. വീട്ടിലത്തെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം സെറ്റായി. ഞാൻ വാർഡ്രോബ് സെറ്റ് ചെയ്തു, വീട് ഏകദേശം ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും 2 കാര്യങ്ങളും കൂടെ വീട്ടിൽ സെറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് കട്ടിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റുകൾ, പ്ലംബിങ് കുറച്ച് വർക്കുകളൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ഹൗസ് ടൂർ കാണിച്ചു തരാം. കിച്ചൺ ഒരു ചെറിയൊരു പരിപാടി ബാക്കിയുണ്ട്. അത് എന്തായാലും ഈ മാസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. കിച്ചൺ ടൂർ എന്തായാലും അപ്ലോഡ് ചെയ്യാം. സോ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷം എന്തൊക്കെയായിരുന്നു ഈ 1.5 മാസം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ടും കാണാം. ബൈ ബൈ.